ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നത്തെ പല മീഡിയകളും നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവരന്റെ സ്വകാര്യത പോലും മറ്റൊരാൾക്ക് വരുമാനമായി മാറിക്കൊണ്ടിരിക്കുക. ഏതോ ഒരു സാധു കിണറ്റിൽ വീണാലും അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി വസ്ത്രം തെറ്റിക്കിടന്നാലും രക്ഷപ്പെടുത്തേണ്ടതിനു പകരം ഉടുമുണ്ടയിച്ച് ആ നഗ്നത മറയ്ക്കേണ്ടതിനു പകരം ആദ്യം വീഡിയോ ലൈവാ. എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എന്റെ ചാനലിൽ കോഴിക്കോട് മിഠായി തെരുവ് കത്തിയെരിഞ്ഞപ്പോ പാറിപ്പറഞ്ഞതല്ലെങ്കിൽ പല സാധനങ്ങളും കത്തിയാളുമ്പോ അതിനെങ്ങനെ അണയ്ക്കണം എന്നുള്ള വെപ്രാളത്തിൽ അത് കത്തി നിൽക്കുന്ന കടക്കാരന്റെ കണ്ണീര് വീകുമ്പോ അവിടെ കൂടിയിരിക്കുന്ന 20ഓളം ചെറുപ്പക്കാർ ആദ്യം എടുത്തത് മൊബൈലായിരുന്നു, ആദ്യം ഷൂട്ട് ചെയ്തത് മൊബൈലായിരുന്നു. ആലോചിച്ച് നോക്കി മനുഷ്യരെ, അന്യന്റെ വേദനകളൊക്കെ നമുക്ക് രസ. സദാചാര പോലീസുകാര് തല്ലി കെട്ടിയിട്ട് അടിച്ച് കാണാത്തവനൊക്കെ എല്ലാരെയും കാണിച്ചു കൊടുത്ത് എന്തായാലും വന്നോനാ പിടിച്ച് തട്ടിയതാ തല്ലിയതാ 150 ഷെയർ പോയത് അല്ല, ലക്ഷക്കണക്കിന് ഷെയറുകൾ കിട്ടി. എന്താ നിങ്ങൾ കൊടുത്ത വിവരം എന്താ? ഏതോ ഒരു സമയത്തുണ്ടായ മനസ്സിന്റെ ഒരു ചാഞ്ചാട്ടം കൊണ്ട് ഒരു വൃത്തിയേടിന് വന്നുപോയി. സദാചാരക്കാര് പിടിച്ചു കെട്ടി ആസ്വദിച്ച് പിടിച്ച് തച്ച് കൊടുത്ത് എല്ലാരും കൊടുത്ത് എല്ലാരും ഹാപ്പിയായി. ഒന്നാളെ മാറാൻ പഠിച്ചവൻ അവസരം കൊടുക്കും. പ്രചരിപ്പിച്ചവരും നാട്ടുകാരെ അറിയിച്ച കുടുംബത്തെ സങ്കടപ്പെടുത്തിയവർക്കും അള്ള ബാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. കാരണം നന്നാവാൻ പഠിച്ചവൻ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഒപ്പം ജീവിച്ചു പോകുന്നത്. ഇല്ലേ, ചെയ്ത തെറ്റിന്റെ പേരിലെങ്ങാനും അള്ളാഹു നിങ്ങളെ പിടിച്ചിരുന്നെങ്കിലേ വയസ്സറിയിച്ച അതിനുശേഷം അന്ന് ചെയ്ത കുറ്റത്തിന്റെ പേരിൽ ഒരാഴ്ചന്റെ ഉള്ളിൽ പഠിച്ചവൻ നിങ്ങളെയും ശിക്ഷിക്കുകയായിരുന്നു. ഇതിനേക്കാളും വലുത് പലത് ചെയ്തിട്ടും പടച്ചോൻ നമ്മളെ കാത്തു കൊണ്ടടക്കുന്നത് എവിടെങ്കിലും നമ്മളൊന്ന് മാറുന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ പടച്ചോൻ പൊറുത്താലും പടപ്പിള് പൊറുക്കൂല.